എവിടെയാണോ ക്രൈസ്തവൻ ക്രിസ്തുവിനെ പ്രതി രക്തം ചിന്തുന്നത്, അവിടം കാലാന്തരത്തിൽ ക്രൈസ്തവരുടെ മണ്ണായി മാറുമെന്നുള്ള സത്യം അനർത്ഥമാവുകയാണ് ഒരിക്കൽ ക്രിസ്ത്യാനികൾക്ക് നിണമൊഴുക്കി ജീവൻ ത്യജിക്കേണ്ടിവന്ന ഇറാഖിന്റെ മണ്ണ്. 2014 ക്രൈസ്തവർക്ക് നേരെ അതിക്രൂരമായ പീഡനങ്ങൾ അഴിച്ചുവിട്ട ഇസ്ലാമിക് സ്റ്റേറ്റ്സ് തീവ്രവാദികൾ തങ്ങളുടെ ഖാലിഫേറ്റ് സ്ഥാപിക്കുവാനും മറ്റ് സമുദായങ്ങളെ ഇല്ലായ്മ ചെയ്യുവാനും തുനിഞ്ഞിറങ്ങി അഴിഞ്ഞാടിയ ഭൂമികയിലാണ് പീഡിതരുടെ ചാരെ നിൽക്കുന്ന ഏറ്റവും വാത്സല്യമുള്ള പരിശുദ്ധ കന്യകാമറിയത്തിന് ഒരു ദേവാലയം പണിതീർത്തിരിക്കുന്നത്. പീഡിത ക്രിസ്ത്യാനികളുടെ അമ്മയായ മറിയത്തിന് സമർപ്പിച്ചിരിക്കുന്ന ഈ പുതിയ ദേവാലയം വടക്കൻ ഇറാഖിലെ ക്വാരഘോഷിലാണ് സ്ഥിതി ചെയ്യുന്നത്. 2025 ഒക്ടോബർ മാസമാണ് ദേവാലയത്തിന്റെ കൂദാശ കർമ്മത്തിനായി തിരഞ്ഞെടുത്തിരിക്കുന്നത്. 2014 ഇസ്ലാമിക് സ്റ്റേറ്റ് എന്നറിയപ്പെടുന്ന ഭീകര സംഘടനയായ ഐസിസിന്റെ കിരാതമായ ആക്രമണങ്ങളുടെ ക്ഷതങ്ങളിൽ നിന്ന് ഇപ്പോഴും പൂർണ്ണമായി മുക്തി നേടാത്ത പ്രദേശമാണ് ക്വാരഘോഷ്. അമേരിക്ക, ഇംഗ്ലണ്ട്, സ്വീഡൻ, കസാക്കിസ്ഥാൻ എന്നിവിടങ്ങളിൽ പീഡിത ക്രൈസ്തവരെ അനുസ്മരിച്ച് പണിത ദേവാലയങ്ങളുടെ പട്ടികയിൽ ഇടം നേടാനിരിക്കുന്ന ആഗോളതലത്തിൽ നിർമ്മിക്കുന്ന 7ാമത്തെ ദേവാലയമാണ് ഈ വരുന്ന ഒക്ടോബറിൽ കൂദാശ ചെയ്യപ്പെടുന്നത്. US ആസ്ഥാനമായുള്ള നസറേൻ ഓർഗ് എന്ന സംഘടനയുടെ നേതൃത്വത്തിലാണ് ഈ ദേവാലയം യാഥാർത്ഥ്യമാക്കിയത്. ലോകമെമ്പാടും പീഡനത്തിന് ഇരയാകുന്ന ക്രൈസ്തവരെ അനുസ്മരിച്ചും കൂടിയാണ് ദൈവാലയ നിർമ്മാണം നടത്തപ്പെടുന്നത്. വൻ ജനാവലിയുടെ സാന്നിധ്യത്തിലാണ് ഒക്ടോബറിൽ ദേവാലയത്തിന്റെ കൂദാശ കർമ്മം നടത്തപ്പെടുന്നത്. 2014 ഇസ്ലാമിക് സ്റ്റേറ്റ്സ് അധിനിവേശത്തിനിടെ ബാർട്ടല്ലായിൽ നിന്ന് നാടുകടത്തപ്പെട്ട സിറിയൻ കത്തോലിക്ക ഡീകൻ ഇബ്രാഹിം യാൾഡോ നിർമ്മിച്ച മരിയൻ രൂപമാണ് ആരാധനാലയത്തിന്റെ കേന്ദ്രബിന്ദു. അറമായ ഭാഷയിൽ മറിയം പീഡിപ്പിക്കപ്പെട്ടവരുടെ അമ്മ എന്ന് ചിത്രത്തിൽ ആലേഖനം ചെയ്തിട്ടുണ്ട്. ഇറാഖിലെ പ്രാദേശിക വിശ്വാസി സമൂഹത്തെ ശക്തിപ്പെടുത്തുക, പീഡിപ്പിക്കപ്പെടുന്ന സഹോദരങ്ങളെ ഓർക്കാനും പ്രാർത്ഥിക്കുവാനും പടിഞ്ഞാറൻ രാജ്യങ്ങളിലെ ക്രൈസ്തവരോട് ആഹ്വാനം ചെയ്യുക എന്നീ 2 ലക്ഷ്യങ്ങൾ നിറവേറ്റുന്നതിനാണ് ഈ ദൈവാലയം നിർമ്മിച്ചിരിക്കുന്നതെന്ന് നിലവിൽ ഇറാഖിലെ മൊസൂളിൽ സേവനം ചെയ്തുവരുന്ന ആർച്ച് ബിഷപ്പ് യൂനാൻ ഹാനോ പറഞ്ഞു. 2003 മുൻപ് ഏകദേശം 1.5 ദശലക്ഷമുണ്ടായിരുന്ന ഇറാഖിലെ ക്രൈസ്തവ ജനസംഖ്യ ഇസ്ലാമിക് സ്റ്റേറ്റ്സ് അധിനിവേശത്തിനെ തുടർന്നുണ്ടായ സംഘർഷം, പീഡനം, കുടിയേറ്റം എന്നിവയെ തുടർന്ന് 150,000 കുറഞ്ഞിരിക്കുകയാണ്. പ്രദേശത്ത് തുടരുന്ന ക്രൈസ്തവർക്ക് പ്രത്യാശ നൽകുവാൻ പുതിയ ആരാധനാലയം വഴി തെളിക്കുമെന്നാണ് സഭാ നേതൃത്വത്തിന്റെ പ്രതീക്ഷ. ഇന്റർനാഷണൽ ഡെസ്ക്, ഷെക്കേന ന്യൂസ്.